എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ സെഷൻ നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒന്ന് ചിന്തിക്കാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവമായിരിക്കാം, അല്ലേ? ഞാൻ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നിങ്ങളും ഞാനും അടങ്ങുന്ന സമൂഹം അനുഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ചില ഇത്തൽ കണ്ണികളായ ചില അനുഭവങ്ങളെ പറ്റിയിട്ടാണ്, ആ അനുഭവസ്ഥരുടെ പറ്റിയിട്ട് എങ്ങനെയാണ് അവർ തിരിച്ചറിയേണ്ടതും എങ്ങനെയാണ് അവരെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തേണ്ടതും എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ മാറ്റപ്പെടുത്തേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് നിങ്ങളോട് കുറച്ച് ലിമിറ്റഡ് ആയ ആൾക്കാരോട് കൂടി മാത്രം പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ രണ്ട് സൈഡിൽ ഈ കാര്യത്തെ ആലോചിക്കണം. ഒന്ന്, അങ്ങനെ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയാണ്. ഒന്ന്, ഈ സംഭവം എന്നിലുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തണം. രണ്ട്, എന്റെ ചുറ്റുവട്ടത്ത് ആരിലൊക്കെ ഇതുണ്ട് എന്നുള്ള പരിശോധനയും കൂടി നടത്തണം. രണ്ടും ഒരുപോലെ ആവശ്യമാണ്. കാരണം എന്നിൽ ഇതുണ്ടെങ്കിൽ ഞാൻ മാറ്റിയാൽ മാത്രമേ എന്റെ ചുറ്റുമുള്ളതും മാറുകയുള്ളൂ എന്ന തത്വം മറക്കാതിരിക്കുക. അപ്പോൾ ഇത് എന്നിലില്ലെങ്കിൽ അപ്പോൾ ആരാണ് എന്നെ അതിലേക്ക് വഴിതിരിച്ചു വിടുന്നത്, അല്ലെങ്കിൽ ആരാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ അയാളോട് അല്ലെങ്കിൽ അവളോട് നമുക്ക് പറയാൻ പറ്റും. പറയല്ല, മനസ്സുകൊണ്ട് പറയാൻ പറ്റും, നീ കുറച്ച് അപ്പുറത്താണ് എന്നത് നമ്മൾ മനസ്സിലാണ്. അപ്പോഴാണ് നമുക്ക് ഈ യാത്ര മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് ക്വിക്കായിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാനായിട്ട് പറയണം, എല്ലാ പ്രാവശ്യവും ഞാൻ പറയണോ? വേണ്ട. എല്ലാവരും എടുത്തോളൂ, പെന്നെടുത്തോളൂ, പേപ്പർ എടുത്തോളൂ, കീബോർഡ് എടുത്തോളൂ, ടൈപ്പ് ചെയ്തോളൂ. എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പോരട്ടെ, പെട്ടെന്ന് പോട്ടെ. ആൾക്കാർ കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ ഓരോ ആള് ടൈപ്പ് ചെയ്ത് ഞാനിവിടെ കാണും. ചിലപ്പോൾ പേരൊക്കെ വിളിച്ചെന്ന് വരും. അതുകൊണ്ട് പെട്ടെന്ന് പോരട്ടെ. യെസ് രജനി, മാസ്റ്റർ മൈ ലൈഫ്, മാസ്റ്റർ മൈ ലൈഫ്, മൈൻഡ് മാസ്റ്റർ മൈ ലൈഫ്. യെസ്, ഹാപ്പി ആൻഡ് റെഡി പോരട്ടെ. കുറെ ഹാപ്പി ആൻഡ് റെഡി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോട്ടെ. ഇത് ലേലം വിളിയല്ല കേട്ടോ, അത് മനസ്സിനെ ഇങ്ങനെ പാകപ്പെടുത്തുകയാണ്. പറഞ്ഞ് പാകപ്പെടുത്തും. ഗീതാദേവി ഇതൊന്ന് പറഞ്ഞു നോക്കെ, എനിക്കൊന്നും നടന്നില്ല എന്നുള്ളത് ഇങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു നോക്കെ. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തലയിൽ മനസ്സിലാക്കും. യെസ്, തലയിൽ കയറും. യെസ് പോരട്ടെ, റെഡി. അപ്പൊ നിങ്ങളോട് ഒരു റിക്വസ്റ്റും കൂടി പറയാണ്. നിങ്ങളിപ്പോ എന്റെ ക്ലാസ്സിലൂടെ ലൈവായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാരോട്, അതുപോലെ തന്നെ യൂട്യൂബിൽ നാളെ കാണുന്ന ആൾക്കാരോടും, രണ്ടുപേരും എന്നെ സംബന്ധിച്ച് ഒരുപോലെ തന്നെയാണ്. പക്ഷെ ലൈവായിട്ട് പങ്കെടുക്കുന്നവരെ എനിക്ക് കൂടുതൽ അടുപ്പമുണ്ട്. കാരണം നിങ്ങൾ എനിക്ക് കാണാം. മറ്റുള്ളത് നിങ്ങൾക്ക് എന്നെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അല്ലെ? എന്തായാലും ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും യൂട്യൂബ് കാണുന്നവരോട് പറയാനുള്ള കാര്യം ഇതേ ഉള്ളൂ. നമ്മുടെ ലൈവ് സെഷൻ ഫ്രീ ആയിട്ടുള്ള ലൈവ് സെഷൻ ഉണ്ട്, പെയ്ഡ് ആയിട്ടുള്ള ലൈവ് സെഷൻ ഉണ്ട്, 111 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് ഉള്ള ലൈവ് സെഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അഡ്മിന്റെ. അതിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ ആ ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കണം. യൂട്യൂബിൽ തന്നെ ഇനി താമസിയാതെ കോഴ്സുകളായിട്ട് തന്നെ നമ്മുടെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് സമയത്ത് കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ കോഴ്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് യൂട്യൂബ് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ അവിടെയും കോഴ്സുകൾ ഉണ്ടാവും. പെയ്ഡ് കോഴ്സുകളൊക്കെ എടുത്ത് നിങ്ങൾ പഠിക്കണം. ഇതുപോലെ ഫ്രീ സെഷൻസ് നമ്മളെ ഉണ്ടാവും. ഇനി കുറച്ച് ഫ്രീ സെഷൻസ് ടൈമൊക്കെ കുറഞ്ഞു വരും എന്നുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു കൂടുകയാണ്, എന്നാലും കുറയും. അപ്പോൾ എല്ലാവരോടും റിക്വസ്റ്റ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സ്റ്റാറ്റസ് വെക്കുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് മാറുക, വാട്സപ്പിൽ കയറിയിട്ട് മാറുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ. നെഗറ്റീവ് തരുന്ന ആളുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നെഗറ്റീവ് നിങ്ങൾക്ക് നൽകുന്ന ആളുകളെ തിരിച്ചറിയുക. അണ്ടർലൈൻ പറയുന്നു, നെഗറ്റീവ് നിങ്ങൾക്ക് തരുന്ന ആൾക്കാരെ തിരിച്ചറിയുക. മറ്റുള്ളവരെ പറ്റി നിങ്ങൾ ബോധന ഉണ്ടായി. എന്നെ ബാധിക്കുന്ന വിഷയത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് മൈൻഡ് ട്യൂണിങ്ങിന്റെ ഭാഗമാണ്, ഹാപ്പിനെസിന്റെ ഭാഗമാണ്. ഇത് കറക്റ്റായി മനസ്സിലായാൽ മാത്രമേ നമ്മുടെ ഹാപ്പിനെസ് എവിടെ നഷ്ടപ്പെടുന്നു, എവിടെ പോയാൽ കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ നിരന്തരം നിങ്ങൾ നിരന്തരം ജീവിതത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. ഈ നമ്മുടെ മനസ്സിന്റെ സമാധാനം കവരുന്നത് ആര്? ചോദ്യം ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിന്റെ സമാധാനം കവർന്നത് ആര് എന്നുള്ള. ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും കാണാം, ചിലരെ കണ്ടാൽ നമ്മുടെ മനസ്സൊന്ന് തെളിയും, മറ്റു ചിലവരെ കണ്ടാൽ മനസ്സൊന്ന് ഇരുണ്ടു പോകും. ചിലരുമായി ഒരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ, ആഹാ, കമോൺ, വി ക്യാൻ ഡു ഇറ്റ് എനിത്തിങ്, എന്തും ചെയ്യാനുള്ള
പ്രചോദനമുണ്ടാവും. മറ്റു ചിലവരുടെ 5 മിനിറ്റ് സംസാരിച്ചാൽ മതി, ഓ വന്ന വഴിയെ തിരിച്ചു പോയിക്കളയാം എന്ന് കരുതും. എന്തിനാ ദൈവമേ ഞാൻ ഇന്ന് ഈ വഴിക്ക് വന്നത് എന്ന് പോലും ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ചിലപ്പോ നമുക്ക് അങ്ങനെ എത്തിയില്ലെങ്കിൽ നമുക്ക് ഇതെന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ എത്തിപ്പോകും. അങ്ങനെ എന്താണ് ഇതികർത്തവ്യമൂഢനായി നിന്ന് പോകുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ള ചില ആൾക്കാരെയൊക്കെ നമ്മുടെ ലൈഫിൽ കാണാറുണ്ട്, നമ്മുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. ആണോ? നിങ്ങളെല്ലാം അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങളെല്ലാം ഇത്തരം സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. യെസ്, പോരട്ടെ, എന്നാൽ മാത്രമേ. അപ്പോ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇതൊക്കെ ഉണ്ടായിട്ട്. ഇപ്പോഴും നമ്മൾ അങ്ങനെ ചുറ്റുവട്ടത്ത് കാണാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഒരാളെയും ഒരു കാരണവശാലും നെഗറ്റിവിറ്റി പറയുന്ന ഒരു കാര്യത്തിലും പറയില്ല. അത് അനുഭവത്തിന്റെ വെളിച്ചത്തിലുണ്ടായതാണ്. പോരട്ടെ, നിങ്ങൾ പറഞ്ഞ പോലെ മാത്രമേ നമുക്കറിയുള്ളൂ. ഇല്ല, ആരും പറഞ്ഞു യെസ് അനുഭവിക്കപ്പെട്ടത് പോരട്ടെ. അപ്പോ ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു യാദർച്ഛികമായിട്ടുള്ള കാര്യമല്ല. ഓരോ മനുഷ്യനും ഒരു എനർജി ഫീൽഡ് ഉണ്ട് എന്ന് തിരിച്ചറിയുക. ഫസ്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഈ പറഞ്ഞത് ഇങ്ങനെ സംഭവിക്കും, നമുക്ക് മനസ്സ് തെളിഞ്ഞു പോകുന്നു, ഇരുണ്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞത് യാദർച്ഛികമായ കാര്യമൊന്നുമല്ല. അത് ഓരോ മനുഷ്യനും ഒരു എനർജി ഫീൽഡ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്നാമത് അംഗീകരിക്കുക. അതായത് ആ എനർജി ഫീൽഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്ങനെയാണ് ഒരു എനർജി ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ചിന്തകളിൽ നിന്ന് വികാരം ഉണ്ടാകുന്നു, വികാരങ്ങളിൽ നിന്നും എനർജി ഉണ്ടാകുന്നു, അല്ലെ? വൈബ്രേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അവർ ചിന്തിക്കുന്നത് നെഗറ്റീവ് ആകുമ്പോൾ, അവർ വൈബ്രേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ആകുമ്പോൾ അവരുടെ എനർജി ഫീൽഡും നെഗറ്റീവ് ആകുന്നു. ആരെ സംബന്ധിച്ച്? ശരിയായി പ്രവർത്തിക്കുന്നവനെ സംബന്ധിച്ച് നെഗറ്റീവായി മാറുന്നു. അപ്പോൾ അവർ എന്ത് ചിന്തിക്കുന്നു, അവരെന്ത് സംസാരിക്കുന്നു, അതിന്റെ വൈബ്രേഷൻ നമ്മളിലേക്കും പകരും. ആ വൈബ്രേഷനാണ് നമ്മളെ അങ്ങോട്ട് എത്തിക്കുന്നത്. അതാണ് നമ്മൾ സയൻസിൽ അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. ഇമോഷണൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണിത്. ഈ ഇമോഷണൽ കണ്ടെയ്ൻ എന്ന് പറയുന്ന സാധനം, ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തടത്തോളം, അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാൻ പറ്റാത്തടത്തോളം കാലം നമുക്ക് ഇതിൽ പുറത്തു കടക്കാൻ പറ്റില്ല. ആരാണ് എനിക്ക് ഗുണം ചെയ്യുന്നത്, ആരാണ് ദോഷം ചെയ്യുന്നത് തിരിച്ചറിയാതിരുന്നത് എന്താണെന്നറിയോ? നമ്മള് ഫ്രണ്ടാണ്, അത് എന്റെ ഫ്രണ്ട്സ് ആണ് എന്ന് കരുതി നമ്മൾ എല്ലാവരോടും എല്ലാ കഥകളും പറയും. അപ്പൊ എന്നിട്ട് അവരുടെ രൂപത്തിൽ പറഞ്ഞു തരുന്ന അഡ്വൈസിന് നമ്മൾ വാങ്ങിക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ തദൈവമാക്കി കളയും. ഇത് മനസ്സിലാക്കുക, ഇത് അംഗീകരിക്കുക. മറ്റുള്ളവരുടെ വികാരങ്ങൾ നമ്മുടെ ബ്രെയിനകത്തേക്ക് ലിറ്ററലി പകരുമ്പോഴാണ് നമുക്കത് പ്രശ്നമായി മാറുന്നത്. അതായത് മറ്റുള്ളവർ പ്രകടിപ്പിച്ച വികാരങ്ങളെ നമ്മൾ മുഴുവനായിട്ട് എടുക്കുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. അതുകൊണ്ടാണ് മനസ്സിലാക്കി നമ്മൾ ജേർണി ടു ഹാപ്പിനെസ്സിൽ പഠിക്കുന്ന വളരെ കാര്യം ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾ മനസ്സൊരു വിസ്മയത്തിൽ എഴുതിയിട്ടുണ്ട്, ഡിസ്അസോസിയേഷൻ എന്ന് പറയുന്ന സാധനം. ലിറ്ററലി നമ്മൾ ആൾക്കാരോട് എങ്ങനെ അസോസിയേറ്റ് ചെയ്യാതെ നിൽക്കണമെന്ന് കൃത്യമായി നമ്മൾ പഠിക്കുന്നുണ്ട് ജേർണി ടു ഹാപ്പിനെസ്. അത് പഠിച്ച് മനസ്സിലാക്കണം എന്നുള്ള. അപ്പോൾ നെഗറ്റീവ് തരുന്ന ആൾക്കാരുടെ അങ്ങനെ നെഗറ്റീവ് തരുന്ന ആൾക്കാരിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനോട് പെരുമാറേണ്ടത്, അവരെങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്ന്. ഈ നെഗറ്റീവ് തരുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിലേക്കുള്ള പോസിറ്റീവ് ഫ്ലോയെ കംപ്ലീറ്റ് ആയിട്ട് അവർ എന്താ അബ്സോർവ് ചെയ്ത് കളയും. നമ്മുടെ ജീവിതത്തിൽ നടന്നു കൊണ്ടുവന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ അവർ ബ്ലോക്ക് ചെയ്യാന്ന് മാത്രമല്ല, അവരതിനെ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞ് ഇല്ലാതാക്കി കളയും, ന്യൂട്രലൈസ് ചെയ്ത് കളയും. അല്ലെങ്കിൽ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് കൊണ്ടുപോകും. അവർ നമ്മുടെ മനസ്സിനെ സംശയത്തിലും ഭയത്തിലും കുറ്റബോധത്തിലും കൊടുക്കും. അവർ സ്ഥിരമായി ചെയ്യുന്ന നമ്മൾ വലിയ പ്രതീക്ഷയിലേക്ക് വന്നായിരിക്കും, അയാൾ ഒറ്റ വാക്കിലെല്ലാം പോയി കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യണമെന്ന് പോലും നമുക്കറിയില്ല. അയ്യോ ദൈവം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ അവരോട് ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ അവരോട് വിട്ടേക്ക്, അതിനെ കൊണ്ട് ആവില്ല കേട്ടോ, കഴിഞ്ഞു, അവിടെ കൂടി തീരും. കാരണം നമ്മളെ കൺട്രോള്, നമ്മുടെ ഇമോഷൻ നമ്മളിൽ നിന്ന് പോയി, നമ്മുടെ എനർജി നമ്മളിൽ നിന്ന് പോയി. പിന്നെ അയാളുടെ എനർജിയാണ്, അവരുടെ എനർജിയാണ് നമ്മളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ വിട്ടുകൊടുക്കും, കംപ്ലീറ്റ് പോയി. അപ്പൊ ഇത് പിന്നെന്താ ചെയ്യുന്നറിയോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുക, അങ്ങനെയല്ലല്ലോ ഞാൻ ചെയ്യേണ്ടത്, ഇങ്ങനെ ആയിരുന്നില്ലേ എന്ന് കരുതും. അപ്പൊ കുറ്റബോധത്തിലേക്ക് പോകും. ഈ കുറ്റബോധം, അപകർഷതാബോധം, അങ്ങനെയുള്ള 10 മാലിന്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ജേർണി ടു ഹാപ്പിനെസ്സിലും ട്യൂൺ യുവർ മൈൻഡ് സെറ്റിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 10 മാലിന്യം, കീ ടു ഹാപ്പിനെസ്സിൽ ഈ 10 മാലിന്യങ്ങൾ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ലോ എനർജിയിലെത്തി. ലോ എനർജിയിൽ നിൽക്കുന്ന നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല.
നമ്മൾ എപ്പോഴും കുറ്റബോധത്തിലും പരിതാപത്തിലും പരാതിയിലും പരിഭവത്തിലും ഇങ്ങനെ ജീവിച്ചു പോകും. കാരണം അവര് നമ്മൾ അങ്ങനെയാണ് ആക്കിയെടുക്കുന്നത്. അപ്പൊ അവര് തിരിച്ചറിയാൻ നമുക്ക് കുറച്ച് വ്യക്തമായ ഒരു 5 ലക്ഷണങ്ങളെ ഒന്ന് പഠിക്കുക. ഇത് ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇതൊന്ന് ഇനി മുതൽ ലൈഫിലേക്ക് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളിൽ ആൾക്കാരുമായി വരുന്നുണ്ടെങ്കിൽ അവരൊന്ന് എങ്ങനെ മാറി നിൽക്കണം, അതിന് പകരം ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഈ ക്ലാസ്സിൽ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കണം എന്നാണ്. ഒന്നാമത്തെ വിഷയം എഴുതി വെച്ചോളൂ, ഇത് പോയിന്റ് എഴുതി വെച്ചോളൂ. ഒന്നാമത്തെ കാര്യം കൺസ്റ്റന്റ് ക്രിട്ടിസൈസം എന്ന് പറയുന്ന സാധനം. എപ്പോഴും വിമർശനങ്ങൾ മാത്രമേ അവരിൽ നിന്നുണ്ടാവുകയുള്ളൂ. എപ്പോഴും വിമർശനങ്ങൾ. അവർക്ക് ആരെയും സന്തോഷത്തോട് കാണാൻ കഴിയുകയില്ല. അവരെപ്പോഴും മറ്റുള്ളവരുടെ പിഴവുകൾ മാത്രമാണ് കാണുന്നത്. നിന്നെ കൊണ്ട് ഇത് പറ്റില്ല, അത് ശരിയല്ല, ഇത് പറ്റില്ല, അത് അങ്ങനെയല്ല വേണ്ടത്, ഇത് ഇങ്ങനെയായിരുന്നു വേണ്ടത്, നീ ചെയ്തതൊക്കെ തെറ്റ്, നിന്നെ കൊണ്ട് അത് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ, നീ എപ്പോ ചെയ്താലും ഇങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്, നിനക്കൊരു ഭാഗ്യവും ഇല്ല, അവർക്കൊരു ഭാഗ്യമില്ല, നമുക്കൊരു ഭാഗ്യമില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ അത് വാക്കുകൾ എനിക്ക് തന്നെ ഓർമ്മയില്ല എന്തൊക്കെയാ പറയണത്. അങ്ങനെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് താഴെ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് സ്ഥിരം കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാം മറ്റെന്തൊക്കെ വാക്കുകളുണ്ട് എന്നൊക്കെ നിങ്ങൾ താഴെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പൊ അവർ എപ്പോഴും മറ്റുള്ളവരുടെ വളർച്ചയിലല്ല സന്തോഷം കാണുന്നത്. അവർ ഒരാൾ തകർന്നു കണ്ടു കഴിഞ്ഞാൽ ഞാൻ അന്നേ പറഞ്ഞത് അവൻ എങ്ങനെ തന്നെ ആകുമെന്ന്, അവിടെയാണ് അവർ സന്തോഷം. അപ്പൊ അവർക്ക് ഭയങ്കര ചിരി വരും. നിന്നെ കൊണ്ട് ഇത് പറ്റില്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ ചെയ്തിട്ട് ഇപ്പൊ കണ്ട ഇങ്ങനെ സംഭവിച്ചോ എന്ന് പറയും. നമുക്കത് മാറ്റി ചെയ്യാമായിരുന്നല്ലോ, അത് കുഴപ്പമില്ല, നമുക്ക് ഇനിയും സമയമുണ്ട് എന്ന് പറയാൻ സമയമുണ്ട്. ഞാൻ അപ്പ പറഞ്ഞതാ. എവിടെ പറഞ്ഞത്? കാരണം എന്തുകൊണ്ട് അവരിത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. അവർ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം അവരിലുള്ള ഇൻസെക്യൂരിറ്റിയാണ്. അവരെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ നിങ്ങളുടെ ജീവിത ചുറ്റുവട്ടത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ നിർത്തും. അപ്പൊ അവരുടെ ഇൻസെക്യൂരിറ്റി മാറും. അവർക്ക് അവരുടെ ജീവിതത്തിൽ ലഭിക്കാത്തതെല്ലാം മറ്റുള്ളവരിലെ പ്രൊജക്ഷൻ ചെയ്യുകയാണ്. അവർക്ക് കിട്ടാത്തതിനെയൊക്കെ മറ്റുള്ളവർ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവരതിനെ എങ്ങനായാലും മുൻകൂട്ടി പറയും, ഇത് കിട്ടൂല കേട്ടോ, കാരണം എന്താ, ഞാൻ ഇതൊക്കെ അനുഭവം ചെയ്തതാ, എനിക്ക് കിട്ടിയിട്ടില്ല, പിന്നെ നിനക്ക് എങ്ങനെ കിട്ടും എന്ന രീതിയിൽ അവരുടെ ഇൻസെക്യൂരിറ്റി മറ്റുള്ളവർ ഇംപ്ലിമെന്റ് ചെയ്യും. ഇതാണ് ഈ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യൻ എല്ലായ്പ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ആണ് ലക്ഷ്യം വെച്ചത് എന്നറിയണം. നിങ്ങളുടെ ആത്മവിശ്വാസത്തെയാണ് അയാൾ തകർക്കാൻ നോക്കുന്നത് എന്ന് അപ്പോൾ മനസ്സിലാക്കുക. അതാരായാലും ശരി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവരെ മാറ്റാൻ ശ്രമിക്കരുത്, നിങ്ങളുടെ മനസ്സ് സംരക്ഷിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന എന്താണ്? അല്ലട്ടോ, നീ ഇങ്ങനെ അല്ലട്ടോ, അങ്ങനെയാണ് പറയണ്ടട്ടോ, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ നമ്മൾ ഉപദേശിക്കാൻ പോവും. അപ്പൊ നമ്മൾ ഉള്ളതും എടുത്തുണ്ടാവും പോകും. പകരം നമ്മൾ ഓക്കെ ശരി കേട്ടോ, നീ പറഞ്ഞ ഓക്കെ, ഞാൻ നോക്കാട്ടോ, നിങ്ങളുടെ മനസ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക, അതിനെ സംരക്ഷിക്കുക, എന്നിട്ട് നിങ്ങളുടെ ഡിസിഷനായിട്ട് പോവാം. ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയും കറക്റ്റാണ്. രണ്ടാമത്തെ കാര്യം വെച്ചാല് ഫിയർ ഓറിയന്റഡ് തിങ്കിങ് എന്ന് പറയും. അല്ലെങ്കിൽ എല്ലാം ഭയത്തിന്റെ കണ്ണുകളിലൂടെ കാണും. അവർ എല്ലാം ഭയത്തിന്റെ കണ്ണുകളിലൂടെ കാണുക. അവര് പൊതുവെ പറയുന്നത് ഇങ്ങനെയാണ്: ഇത് തെറ്റും, ഇതിനെ കൊണ്ട് ആവില്ല, അത് നിനക്ക് സാധിക്കുന്ന കാര്യമല്ല, അയ്യോ അത് നടക്കില്ലെന്ന്, നീ ശ്രദ്ധിക്കണം, പോകുന്ന വഴി ആക്സിഡന്റ് ഉണ്ടാവുന്ന വഴിയാണ്, ശ്രദ്ധിക്കണം, പറ്റൂട്ടോ. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം അങ്ങനെയാണ്, ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സംസാരങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവട്ടെ. ഞാൻ ജസ്റ്റ് 2 ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇങ്ങനെയുള്ള സംസാരങ്ങളായിരിക്കും നിത്യവും അവർ ചെയ്യുന്നത്. അത് എന്തുകൊണ്ട്? ഇവരുടെ മനസ്സ് ഭയത്തിന്റെ ആസന്നയിലിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എപ്പോഴും ഭയമാണ്. നമ്മൾ പറഞ്ഞു 10 മാലിന്യങ്ങൾ, വീണ്ടും അവിടെ തന്നെ ഭയം, കുറ്റബോധം, അപകർഷതാബോധം, ഷെയിം, ഗിൽറ്റി, ഇങ്ങനെയുള്ള സാധനത്തിലാണ് അവരിയ്ക്കുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെ പറയാൻ പറ്റൂ, കാരണം അവർക്ക് ഭയമുണ്ട്. അപ്പൊ മറ്റുള്ളവർ പറയും സൂക്ഷിക്കണേ, ഭയം നോക്കണേ, കാരണം എന്താ, എന്നിലുള്ള ഭയമാണ്. ഈ ഭയം മറ്റുള്ളവരിലേക്ക് അവർ പകരും. അപ്പൊ അവരുടെ ഓരോ വാക്കിന്റെ പിന്നിലും വീണ്ടും കിടക്കുന്നത് ഇൻസെക്യൂരിറ്റി തന്നെയാണ്. അവരെ ജീവിതത്തിൽ ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അവരുമായി ഇടപെടുമ്പോൾ അവരുടെ സബ് കോൺഷ്യസ്ലായിട്ടുള്ള ഫീൽ എനർജി നമ്മളിലേക്ക് എത്തിപ്പെടും, അല്ലെങ്കിൽ നമ്മളിലേക്ക് ആകൃതിപ്പെടും, അല്ലെങ്കിൽ നമ്മളെയും അതിലേക്ക് വലിച്ചഴിച്ചു കളയും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് എല്ലാവർക്കും? ടൈപ്പ് ഒന്ന് യെസ് ആർ നോ?
ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ലൈഫിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? നോക്കട്ടെ, ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? യെസ്, താഴ്ത്തിക്കെട്ടി സംസാരം. യെസ് യെസ് യെസ്, ക്ലിയർ ആക്കണം നിങ്ങൾ, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരാൾ നിരന്തരം ഭയം പകരുന്നുവെങ്കിൽ അവൻ നിങ്ങളെ സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത്, പകരം നിങ്ങളിൽ ഭയം നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാം. നമ്മൾ കരുതുന്ന ഞാൻ ഈ പറയുന്നതെല്ലാം നമ്മൾ നോർമലി ഉള്ള തിങ്കിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കണം. നമ്മൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, ഒരാൾ ഭയം നമ്മൾ നൽകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന, ഓ ഇയാൾ എന്നെ സംരക്ഷിക്കുകയാണ്. നല്ല തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾ ആരും സംസാരിക്കാൻ വരുമ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇത് പറഞ്ഞത്, എന്താ നിങ്ങൾക്ക് അതിന് നേടുക? കാരണം അവിടെ നിങ്ങളെ അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവൻ വരുമ്പോൾ നിങ്ങൾ ഇത് ഭയം പകരം, ഓ ശരിയായിരിക്കട്ടോ, ഞാനത് ചെയ്യാൻ, എന്നെ ആ വഴിക്ക് പോയ അപകടം പറ്റുമെന്ന് പറഞ്ഞു, അതുകൊണ്ടായിരിക്കട്ടോ. അല്ല, തെറ്റാ. അത് നിങ്ങളുടെ ഭയം നിറക്കുകയാണ് ചെയ്യുന്നത്. അവൻ അറിയാതെ നിങ്ങളിൽ ഭയം നിറക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവനിൽ അതാ ഉള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, അയാൾക്ക് എപ്പോഴും വിക്ടിം മൈൻഡ് സെറ്റ് ആയിട്ട്. വിക്ടിം മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പാവോട്ടോ, എനിക്കൊന്നും പറ്റില്ല, എല്ലാ കാര്യത്തിലും ഞാൻ പാവാണ് എന്ന നിലപാട്. അയ്യോ അവരല്ലേ ചെയ്തത്, ഇവരല്ലേ ചെയ്ത്, എനിക്ക് മാത്രമാണ് ഈ പ്രശ്നം കേട്ടോ, എന്റെ കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്, എനിക്ക് മാത്രം ലോട്ടറി അടിച്ചില്ല കേട്ടോ, ഞാൻ ആ ചിട്ടി വിളിക്കാൻ പോയപ്പോ എല്ലാവർക്കും ചിട്ടി കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല കേട്ടോ, അമ്പലത്തിൽ ഞാൻ ക്യൂ നിന്നപ്പോ എന്നെ മാത്രം ആൾക്കാർ തള്ളി, അവർക്ക് ആരും തള്ളിയില്ല കേട്ടോ. ഇങ്ങനെയുള്ള എത്ര ചെയ്താലും പിന്നെ പറയും, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവരെന്നെ വില മതിക്കുന്നില്ലെന്ന്. അവർ ഒരു വില എനിക്ക് തരുന്നില്ല. ഉത്തരവാദിത്വം നമ്മുടേതല്ല, മറ്റുള്ളവൻ്റെതാക്കി മാറ്റും. അവർ ഒരിക്കലും ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. ഒന്നിനും അവർ എന്റെ ജീവിതം എന്താ ആയാന്ന് ചോദിച്ചാൽ, അല്ലെ, ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞവരല്ലേ? ഓക്കെ, ഓർമ്മയുണ്ട് പറഞ്ഞവര്, മറന്നിട്ടൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞിട്ടാ, നിങ്ങൾ മറക്കണം, വേറെ ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ എപ്പോഴും ഉത്തരവാദിത്വം നമ്മുടെ ലൈഫിൽ ഏറ്റെടുക്കാത്തടത്തോളം കാലം നമുക്ക് പറ്റില്ല. നമ്മുടെ ജീവിതം, ഞാൻ ചെയ്തെല്ലാം ശരിയാണ്, പക്ഷെ അവരെല്ലാം കൂടി എന്നെ അങ്ങനെ ആക്കി. അവർ ജീവിതം മാറ്റാൻ ഒട്ടും ശ്രമിക്കുകയില്ല. ഇവിടെ ഉണ്ട് കുറെ ആൾക്കാർ, ഇനിയിപ്പോ ഇപ്പൊ എല്ലാവരും റെഡി ആയിരിക്കും, ആയിരിക്കും. അപ്പോ മാറ്റാൻ ശ്രമിക്കുകയില്ല, പകരം അവരെപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും. സാഹചര്യങ്ങളാണ് എങ്ങനെയാക്കിയത്, ആൾക്കാരാണ് എങ്ങനെയാക്കിയത്, ഭാഗ്യമില്ലായ്മയാണ് എങ്ങനെയാക്കിയത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഈ പറഞ്ഞു വരുമ്പോ രണ്ട് ഉദ്ദേശമുണ്ട് ഇന്നത്തെ ക്ലാസ്സിന്. ഒന്ന് അവനവനെ മാറ്റപ്പെടുത്തുക, ഒന്ന് അവനവനെ മാറ്റപ്പെടുത്തുക. രണ്ടും ഒന്ന് തന്നെ കേട്ടോ. മറ്റുള്ളവനെ മാറ്റാൻ നിൽക്കണ്ട. ഒന്ന് ഞാൻ ഇതിലുണ്ട്, എന്നെ മാറണം. മറ്റൊന്ന് അവനിലതുണ്ട്, അതുകൊണ്ട് ഞാൻ അവനോട് അകന്ന് നിൽക്കണം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. സൈക്കോളജിയിൽ പറയുന്ന ഒരു സത്യമുണ്ട്, സൈക്കോളജി ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ലേൺഡ് ഹെൽപ്നെസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ലേൺഡ് ഹെൽപ്നെസ്നെസ്, അതായത് അറിയാം പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ. ഇത് വളരെ ശ്രദ്ധയോട് കാണാം. എല്ലാം മനസ്സ് പരാജയം സംഭവിച്ച് വിശ്വസിച്ച് കഴിഞ്ഞു പോകുന്ന അവസ്ഥ. ഞാൻ പരാജയപ്പെട്ടു, ഞാൻ വിശ്വസിച്ചു, അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. ഇത് തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ആക്ഷൻ, അതുകൊണ്ട് എന്ത് സംഭവിക്കും, നമ്മൾ ഇത് സാധാരണ ആൾക്കാർ പറഞ്ഞു, ഞാൻ എല്ലാം നിർത്തി കേട്ടോ, എന്നെ കൊണ്ട് പറ്റില്ല, കാരണം എല്ലായിടത്തും ഞാൻ തോറ്റുപോയി. അങ്ങനെ ഒരു സംഭവം ഇല്ല ലോകത്ത്. കാരണം എപ്പോഴും മാറ്റങ്ങൾ വിധേയമാകുന്ന ലോകത്ത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവര് ഈ ടൈപ്പ് ആൾക്കാർ വരുമ്പോൾ നിർത്തി പരിപാടി, ഞാൻ ഇന്നൊന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലെത്തും. ഇത് മനസ്സ് പരാജയപ്പെട്ടു എന്ന് വിശ്വസിച്ചു പോകുന്ന അവസ്ഥയാണ്. തെറ്റായ ഒരു ഹൈലി ഇതായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള അവസ്ഥയാണ്. ഇത് മാറണം. ഇവിടെ മാറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എപ്പോഴും പാവമായ ആളോടുള്ള സഹാനുഭൂതി അതൊന്ന് ശ്രദ്ധിക്കുക. പാവം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് സഹാനുഭൂതി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവരുടെ പാവം കഥകളിൽ നിങ്ങൾ നിങ്ങളുടെ വിത്ത് വിതയ്ക്കുകയാണ് ചെയ്യുന്നത് എന്ന്. ഞാൻ വളരെ സാഹിത്യപരമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ അപഗ്രഥം ചെയ്ത് നോക്കുക. ആ പാവം പറയുന്ന ഒരാളിലേക്ക് നിങ്ങൾ പെട്ടെങ്കിൽ, നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഒരു വിത്ത് വിതയ്ക്കുകയാണ്. ആരുടെ? നിങ്ങളുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരു കളയുടെ വിത്ത്. ജീവിതം എന്ന് പറയുന്നത് എളുപ്പമല്ല, വിജയം ആണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോ ഞാൻ വിക്ടിമാണോ അല്ലെങ്കിൽ ആ വിക്ടത്തെ തട്ടിക്കളയുന്ന ആളാണോ എന്ന് മനസ്സിലാക്കുക. ഇതൊന്ന് ശ്രദ്ധിച്ചു. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഊർജം ചോരുന്നവർ അല്ലെങ്കിൽ ഊർജം സക്ക് ചെയ്യുന്നവർ എന്ന് പറയും, എനർജി ഡ്രൈനേഴ്സ് എന്ന് പറയും.
അവർ ഏത് ടൈപ്പാന്ന് വെച്ചാൽ അവർ നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന സമയത്തിന് നിങ്ങളെ മെന്റലായിട്ട് തകർത്ത് കളയും. ഒന്നും പറയുന്നു വേണ്ട, നിങ്ങളെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒന്നും പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സ് ഭാരമായി മാറും. അത് ഫിസിക്കലായിട്ട് നിങ്ങളെ തളർത്തി കളയും. നിങ്ങളുടെ ഊർജ ശോഷണം നടന്നു കളയും. അവരങ്ങ് വലിച്ചെടുക്കുന്നുണ്ട്. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്കറിയാം ജീവിതത്തിൽ ചുറ്റും. അവർ പറയുന്ന കഥകളെല്ലാം ദുഃഖത്തിന്റെയും കഷ്ടത്തിന്റെയും പരാതികളും പരിഭവവും നഷ്ടത്തിന്റെയും മറ്റുള്ളവരുടെ തെറ്റുകളും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ ഉള്ളതെല്ലാം വലിച്ചു അല്ലെ. പണ്ട് നിങ്ങളിവിടെ ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സാധനത്തിന്റെ പേരുണ്ടല്ലോ, എന്താണ്? അപ്പുറത്തവരും ഇപ്പുറത്തവരും ഇരുന്നിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ടല്ലോ, മണിക്കൂറുകൾ ഫോണിലിരുന്ന് സംസാരിച്ച കാര്യമുണ്ടല്ലോ. ഇപ്പൊ ക്ലാസ് വന്നതിന് ശേഷം അതൊന്നും നിങ്ങൾക്ക് സമയമില്ല, നിങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരു പേരുണ്ടല്ലോ, നിങ്ങൾ നാടൻ ഭാഷയിൽ വിളിക്കുന്ന പേരുണ്ടല്ലോ, ഓർമ്മയുണ്ടോ അവർക്ക്? ഞാനായിട്ട് പറയുന്നില്ല. എത്ര പേർക്ക് പേര് ഓർമ്മയുണ്ട്? ആ ആ ആ പോരട്ടെ. അതൊന്നുമല്ല. വേറെന്തൊരു കാര്യം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് ഇവിടെ നിന്നുള്ളതെല്ലാം അങ്ങോട്ട് സഖിയ ഒരു പരിപാടി ഉണ്ട്. ഇന്നിപ്പോ നിങ്ങൾക്ക് മറന്നുപോയി ആ പേരല്ലേ? പണ്ടൊക്കെ ക്ലാസ്സിൽ ആദ്യം ചോദിക്കും പറയുന്നു, ഇപ്പൊ ഇല്ല. യെസ്, കുറച്ച് ആൾക്കാർക്ക് ഓർമ്മയുണ്ട്. പരദൂഷണം അല്ലേ? പരദൂഷണം നടത്തുമ്പോ എന്താ ചെയ്യുന്നത്? ആഹാ, നിന്റെ എനർജി കുറച്ച് എനിക്ക് കിട്ടി. നമ്മള് മറ്റുള്ളവരെ പറ്റി പറയുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് എടുത്തു, ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടും എടുത്തു. ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് ഞാൻ പറയും, ഓ, അവളോട് സംസാരിക്കാൻ പോയത് തന്നെ വലിയ അബദ്ധമായിട്ടോ. എന്താ അറിയോ? തീർന്നു, നമ്മളുടെ എനർജി തീർന്നു. നമ്മൾ ചിലപ്പോൾ കൊടുക്കാൻ വിചാരിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അനുഭവസ്ഥർക്ക് കൂടുതൽ പറയാൻ പറ്റും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ കൂടുതൽ പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല, ഞാൻ കേട്ട് പരിചയമുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ തെറ്റുകൾ പറയാനായിട്ട് നിങ്ങളെടുത്ത് ഒരുത്തം വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളെ അതേപോലെ നിങ്ങളെ പറ്റിയും മറ്റുള്ളവരോട് പറയും. അതുകൊണ്ട് അതിന് കേട്ട് കൊണ്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം കുഴിക്കുന്ന കുഴിയാണ്. മറ്റുള്ളവന്റെ ദുഃഖത്തെ പറ്റിയിട്ട് നിങ്ങളോട് പറയാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ കേട്ടോളൂ, നിങ്ങളുടെ കഥയും നിങ്ങളുടെ സന്തോഷം തന്നെ അയാൾ ദുഃഖമായിട്ട് മറ്റുള്ളവരോട് പറയും. അതുകൊണ്ട് അവരോടൊന്നും പെരുമാറാൻ നിൽക്കരുത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ബ്രെയിനിലുള്ള സ്ട്രെസ് ഫ്രീക്വൻസിയെ നിങ്ങളുടെ ന്യൂറോൺ സിസ്റ്റത്തിലേക്ക് പകർത്തി നൽകുന്ന ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ എനർജി സംരക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. അവരോട് ഹെയ്റ്റ് ആയിട്ട് ഒന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. അവരിൽ നിന്നൊരു ഡിസ്റ്റൻസ്, ഒരു ഡിസിപ്ലിൻ പുലർത്തുക. നേരത്തെ ഇവിടെ ടൈപ്പ് ചെയ്തു, ഇങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ ഇപ്പോൾ അവരോട് സംസാരിക്കാൻ പോലും സമയം കളയാറില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരോട് സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഒരു ഡിസിപ്ലിൻ, പറയുന്ന വാക്കുകൾക്കെല്ലാം ഡിസിപ്ലിൻ വിട്ടുകൊടുക്കുക എന്നുള്ളത്. ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം. 5-ാമത്തെ പോയിന്റ്, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നു, കൂടുതൽ ചർച്ച ചെയ്യാൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മതി. അസൂയയും താരതമ്യവും, ജലസ് ആൻഡ് കമ്പാരിസൺ ബിഹേവിയർ എന്ന് പറയും. മറ്റുള്ളവരുടെ വളർച്ച കാണുമ്പോൾ സന്തോഷിക്കുന്നില്ല, അവർക്കത് സഹിക്കാനേ പറ്റില്ല. അവർ തങ്ങളുടെ വില മറ്റുള്ളവരെ അപേക്ഷിച്ച് അളന്നു നോക്കുന്നു. അവനത് കിട്ടി, എന്റെ അവസ്ഥ എന്താ? ഓ, നടക്കൂല അല്ലേ? മറ്റുള്ളവന്റെ വളർച്ച ഒരിക്കലും സന്തോഷിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അവരെ വളർച്ച നിൽക്കാം. അവനത് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അവൻ ഭാഗ്യവാൻ, ഞാനോ ദരിദ്രൻ. അവന് നല്ല സ്ഥാനം കിട്ടി, അത് ഞാൻ കാരണമാണ്. എന്തേ? ഞാനില്ലെങ്കിലോ ഇന്ന് അവനില്ല. അവൻ ജീവിക്കുന്നത് തന്നെ എന്റെ കരുണ കൊണ്ടാണ്. എന്താണ് ഇതിന്റെ കാരണം എന്നറിയോ? അവനിലുള്ള ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ്. ഇത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ച ഇൻഫ്യൂരിറ്റി കോംപ്ലക്സിനെ പറ്റിയിട്ട് അല്ലെ, ഓർമ്മയുണ്ടല്ലോ അല്ലെ? മൈൻഡിലോ ഏതിലാണ് പഠിപ്പിക്കുന്നത്? ആ മാനസികാവസ്ഥ മനസ്സിലാക്കുക. അവരുടെ ജീവിതത്തിലെ ഫോക്കസ് സന്തോഷത്തിലേക്കല്ല, കമ്പാരിസണിലേക്കാണ്. അവന് അടുത്തവൻ വണ്ടി വാങ്ങിച്ചു, എനിക്കും വണ്ടി വേണം. അടുത്ത വീട്ടിൽ നമ്മൾ കറണ്ട് പോയാൽ ആദ്യം നോക്കുന്നത് എങ്ങോട്ടാ? വീട്ടിൽ കറണ്ട് പോയാൽ ആദ്യം നോക്കുന്നത് എങ്ങോട്ടാ? പണ്ട് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നു ഇവിടെ അല്ലേ? വീട്ടിൽ കറണ്ട് പോയി, ഇപ്പൊ അങ്ങോട്ടാ നോക്കുക. സൂം പോയാൽ ഇപ്പൊ സൂം കട്ടായി പോയി, നോക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കറിയാം, അടുത്ത വീട്ടിൽ സൂം നോക്കുന്നില്ല എങ്കിൽ പിന്നെ ഇവിടെ നോക്കുള്ളൂ. അല്ലെങ്കിൽ അടുത്ത് വെച്ചു, ഡിയേ നിനക്കും പോയോ സാറിന്റെ ക്ലാസ് എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ലേ പണ്ട്? ഇപ്പൊ ഉണ്ടാവില്ല അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, സാർ ആയി കഴിഞ്ഞു ക്ലാസ് അല്ലെ? ഇത് മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങൾ കടന്നു വന്ന വഴികളും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള വഴികളെ പറ്റിയിട്ടാണ് 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പോ മനസ്സിലാക്കേണ്ടത്, അസൂയ കാണിക്കുന്ന ഒരാളുടെ മുമ്പിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കരുത്. ഒരു കാരണവശാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവര് മുമ്പിൽ പറയാൻ പാടില്ല. കാരണം അവൻ അതിനെ നെഗറ്റീവ് കൊണ്ട് മൂടിക്കളയും. പ്രൊട്ടക്ട് യുവർ ഡ്രീം അൺടിൽ ഇറ്റ് ബിക്കംസ് റിയൽ എന്ന് പറയും. കാണിച്ചു കൊടുക്കുക.
ഇതട്ടോ കണ്ടോ, എന്നിട്ട് അവനോട് വലിയ ഒന്നും പറയാൻ നിൽക്കണ്ട. ഓ ശരി. ഞാൻ പ്രാക്ടീസ് ചെയ്തെടുത്താണ്. എൻ്റെ ചുറ്റുവട്ടം ഇതാൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോഴും എൻ്റെ ചുറ്റുവട്ടം ഇത് തന്നെയാണ്. പക്ഷെ ഞാൻ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, ഇയാൾ എന്തുവായി പറയണേ, ഇങ്ങനെയുള്ള മനുഷ്യനാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായെന്ന്. അവർക്കൊന്നും ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല ഞാൻ എന്താണ് ഈ പറയണതെന്നും ഏത് ലോകത്തൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും. എൻ്റെ ചുറ്റുവട്ടം ഉണ്ടാക്കിയ ആൾക്ക്, ഞാനതൊരു കൂട്ടുകാരെന്നൊന്നും വിളിക്കുന്നില്ല കേട്ടോ, എൻ്റെ ചുറ്റുവട്ടമുള്ള ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ ഏത് മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, എന്താണ് ഈ പറയുന്നത് ഒന്നും. കാരണം അവർ ആ ലോകത്താണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് എന്താ, അപ്പൊ അവരെ കാണുമ്പോൾ എനിക്കറിയാം ഇവര് ഞാൻ സോ ഹാപ്പി, സന്തോഷം അല്ലേ. എല്ലാവരോടും നമുക്ക് കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ ഇഷ്ടം പോലെ കയ്യിലിരിക്കുന്ന സാധനമാണ്. രണ്ട് പോക്കറ്റിൽ എടുക്കുക, ഇങ്ങനെ കൊടുത്തേക്കുക, സന്തോഷം. അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, കഴിഞ്ഞല്ലേ. ഇത് വളരെ സ്ഥിരമായി നിൽക്കണം. മറ്റ് നമ്മുടെ സ്വപ്നങ്ങളൊന്നും പറയാനും പിടിക്കാനും പോകരുതാണ്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത്, ഞാൻ ഈ 5 ലക്ഷണങ്ങൾ നിങ്ങളോട് ഒരുമിച്ച് നിങ്ങളോട് ഒന്നുകൂടി പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങൾ 3 കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുക. 5 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് 3 കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ വിശ്വാസം അത് നിങ്ങളുടെ തന്നെയാണ്, ആരെ മുമ്പിലും അടിയറ വെക്കരുത് എന്നത്. അത് ഇവർ അഞ്ച് ഈ പറഞ്ഞ കാര്യങ്ങളുടെ അവർ നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്നവരാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വൈബ്രേഷൻ നമ്മുടേത് മാത്രമാണ്. അത് തകർക്കാൻ, താഴ്ത്താൻ ഒരാളെയും അനുവദിക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം വെച്ചാൽ, നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ മാത്രമായിരിക്കണം. അത് മറ്റുള്ളവന് താഴ്ത്താൻ ഒരിക്കലും ചാൻസ് കൊടുക്കരുത് എന്നുള്ളത്. നമ്മളെ അവർ ഫിയർ കൊണ്ടും ഡൗട്ട് കൊണ്ടും ഗിൽറ്റി കൊണ്ടും ഷെയിം കൊണ്ടൊക്കെ തകർക്കാൻ ശ്രമിക്കും. കാരണം അതിന്റെ ആവർത്തി, അതിന്റെ ഫ്രീക്വൻസി വളരെ ചെറുതാണ്. നിങ്ങളെല്ലാം വലിച്ചു കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും. പക്ഷേ അവരെ കണ്ടാൽ നമ്മുടെ മനസ്സ് കുഴക്കപ്പെടാതെ, ചഞ്ചലമാകാതെ, നമ്മൾ നല്ല ഫോക്കസോടുകൂടി നമ്മൾ നിൽക്കാൻ പറ്റണം. എല്ലാവരോടും തുറന്നു പറയരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ മനോവികാരം മാറ്റാതെ നമുക്ക് ചെയ്യണം. അപ്പൊ ഇതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക അല്ലെ? ഓക്കെ, ഇതൊക്കെ ശരി, മനസ്സിലായി. പക്ഷെ ഞാൻ എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യുമെന്നുള്ളത്, അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെയാണ് നമ്മുടെ പല കോഴ്സുകളുടെയും പ്രത്യേകത വരുന്നത്. അവിടെ നമ്മുടെ എല്ലാ കോഴ്സിനും ബേസിക് ഇത് തന്നെയാണ്. അവിടെ നമുക്ക് അവയർനെസ് സൃഷ്ടിക്കാൻ പറ്റും. അറിയുക ഇവൻ ഇങ്ങനെയുള്ളവരാണ്, ആദ്യം അവന് തിരിച്ചറിയുക. എന്നിട്ട് അവനോട് ബൗണ്ടറീസ് സെറ്റ് എഴുതി വെച്ചോളൂ കേട്ടോ. അവയർനെസ് ഉണ്ടാക്കുക, അറിയുക, ആളെ അറിയുക, ആരൊക്കെയാണെന്ന് അറിയുക. ഞാൻ തന്നെയാണോ, എന്നെ തന്നെ അറിയോ, അന്ന് നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങളെ അറിയുക. അവനെ അറിയുക, അവയർനെസ്. രണ്ടാമത്തെ, ബൗണ്ടറി സെറ്റ് ചെയ്യുക. അവന് എവിടെ നിർത്തണം, ഏതൊക്കെ ബൗണ്ടറി സെറ്റ് ചെയ്യുക. പിന്നെയോ റീഫ്രെയിം, ഭയപ്പെടുകയല്ല, അതിനെ മാറ്റപ്പെടുത്താൻ റീഫ്രെയിം നമ്മൾ പഠിക്കുന്നുണ്ട് ക്ലാസ്സിൽ. പിന്നെ റീപ്ലേസ്, നെഗറ്റിവിറ്റിക്ക് പകരം ഗ്രാറ്റിറ്റ്യൂഡും കമ്പാഷനും കൊണ്ട് നമ്മൾ മാറ്റപ്പെടുത്തുക. അതുപോലെ തന്നെ റീചാർജ് യുവർ ഡേ, ദിവസവും നിങ്ങൾ റീചാർജ്, രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ എന്ന് പറഞ്ഞ് നമ്മൾ മെഡിറ്റേഷനും യോഗയും ഒക്കെ കൊണ്ട് റീചാർജ് ചെയ്യണം. ഇതെപ്പോഴും ഈ 5 കാര്യങ്ങൾ നിത്യവും നിങ്ങൾ നിത്യമല്ല, എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ എനർജി സംരക്ഷിക്കണമെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് എത്തണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി നല്ല ബോധ്യം ഉണ്ടാവണം. ബിക്കോസ് യുവർ വൈബ്രേഷൻ ഡിസൈഡ്സ് യുവർ ഡിസിഷൻ, അല്ലെ ഡയറക്ഷൻ എന്ന് പറയും. നമ്മുടെ വൈബ്രേഷൻ ആണ് നമ്മുടെ ഡയറക്ഷൻ എത്തുന്നത് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് പ്രാക്ടീസ് ചെയ്യുക, ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുക. ജീവിതം നമുക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം മാറ്റാൻ നമുക്കൊണ്ട് സാധിക്കും. പക്ഷെ മനസ്സ് മാറ്റാൻ വളരെ കുറച്ച് പേര് മാത്രമേ ശ്രമിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. മറ്റതെന്താന്ന് വെച്ചാൽ, മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നു, സ്വന്തം മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്ത ക്ലാസ് ഈ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ്. സ്വന്തം മനസ്സ് മാറ്റുക, അതിന് കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വളരെ ലളിതമായ കാര്യമാണ്. നിങ്ങളുടെ മനസ്സിന്റെ ഫ്രീക്വൻസി ഉയർത്തുക. ഭയം ഒഴിവാക്കുക, അസൂയ ഒഴിവാക്കുക, നിരാശ ഒഴിവാക്കുക, കുറ്റബോധം ഒഴിവാക്കുക, പശ്ചാത്താപങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് അതൊക്കെ ലെറ്റ് ഇറ്റ് ഗോ, വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കാൻ തുടങ്ങുക. പ്രൊട്ടക്ട് യുവർ പീസ്, ബിക്കോസ് വെൻ യു പ്രൊട്ടക്ട് യുവർ എനർജി, ദ യൂണിവേഴ്സ് സ്റ്റാർട്ട്സ് പ്രൊട്ടക്ടിങ് യുവർ ഡ്രീംസ് എന്നാണ് പറയുക. ഇത് വളരെ കൃത്യമായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തെ, അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ സമാധാനമായിരിക്കും, എല്ലാം സംഭവിക്കും. കാരണം നിങ്ങളുടെ സമാധാനത്തെ പ്രൊട്ടക്ട് ചെയ്തു കഴിഞ്ഞാൽ
നിങ്ങൾ എനർജിയെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ എല്ലാ ഡ്രീംസിനെയും യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്തോളൂ. ഇതാണ് പ്രപഞ്ച സത്യം എന്ന് തിരിച്ചറിയുക. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് ക്ലാസ് പ്രാക്ടീസ് ചെയ്യുക. ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ഇത്തരം വളരെ തിരിച്ചറിവ് ക്ലാസ്സുകൾ നടത്താം. ജേർണി ടു ഹാപ്പിനെസ് മൈൻഡ് ടൂണി. അപ്പൊ ഇപ്പോ 1-ാം തീയതി ഇപ്പൊ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ മാസവും നമ്മൾ കോഴ്സുകൾ തുടങ്ങുന്ന കൃത്യമായ ഡേറ്റിനനുസരിച്ചായിരിക്കും ബാച്ച് ആയിട്ട് തുടങ്ങുന്നത്. ഈ മാസം 1-ാം തീയതി മുതൽ നാളെ 1-ാം തീയതി മുതൽ 5-ാം തീയതിക്കകത്ത് വരെ ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ആ കോഴ്സിന്റെ ഫീസൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പിൽ നിന്ന് അറിയാൻ പറ്റും. എല്ലാവരും അത്രയും വലിയ ഫീസൊന്നും ആർക്കും എടുക്കുന്നില്ല അതിനകത്ത്. എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങളെ ഇതുപോലെ ഇരുത്തി പഠിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ക്ലാസ്സുകൾ എടുത്തു തരുന്നുണ്ട്. ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് 5-ാം തീയതി വരെ ജോയിൻ ചെയ്യാവുന്നതാണ്. അത്രയും വലിയ പൈസ ഇല്ല. ഞാൻ എമൗണ്ട് ഇപ്പൊ പറയുന്നത് വളരെ കുറഞ്ഞതാണ്. അഡ്മിനെ വിളിച്ചിട്ട് ജോയിൻ ചെയ്യുക. ഒറ്റയടിക്കോ 2-മതോ 3-മതോ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാ വേണ്ടത് അഡ്മിൻ സംബന്ധിച്ച് ജോയിൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക ക്ലാസ്. എന്നിട്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുക. ജീവിതം മാറ്റേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് വളരെ താല്പര്യമുള്ള കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അടുത്ത ക്ലാസ്സുകളാണ്. അപ്പോൾ ഓരോ ക്ലാസ്സുകൾക്കും നമ്മൾ കൃത്യമായ നിഷ്ഠയോടുകൂടി പോകുന്നുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിന് പറഞ്ഞു തരാൻ ഞാൻ അവിടെ അവൈലബിൾ ആണ്. ഞാൻ എല്ലാ സമയത്തും അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരോടും നന്ദി. നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോവുക. 1-ാം തീയതി മുതൽ നമ്മുടെ ഹാപ്പിനെസ് ചാരിറ്റി ട്രസ്റ്റിന്റെ കുറെ ക്ലാസ്സുകളും വീഡിയോകളും ഒക്കെ യൂട്യൂബിലേക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ സഹകരിക്കുക. പിന്നെ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നവരൊക്കെ ചാരിറ്റിക്ക് എന്ത് നൽകാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അവരെ വിളിച്ച് അവര് നൽകാവുന്നതാണ്. അത് സന്തോഷത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് നൽകുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡൗട്ട് മാത്രം ചോദിക്കാൻ അൺമ്യൂട്ട് ചെയ്യുക. താങ്ക് യു പറഞ്ഞിട്ട് അൺമ്യൂട്ട് ചെയ്യേണ്ട. ആർക്കെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ടെങ്കിൽ അതും കൂടി ഷെയർ ചെയ്തോളൂ കേട്ടോ. ഗുഡ് ന്യൂസുകളൊക്കെ ലോട്ടറിയൊക്കെ അടിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. പറയാനുള്ള മടി കൊണ്ടല്ലേ, സാരില്ല. പേരും പറയണ്ട, എമൗണ്ടും പറയാതിരുന്നാൽ മതി. ബാക്കി പറഞ്ഞോളൂ. അല്ലേ? ഓക്കെ, ശരി. ആർക്കൊന്നുമില്ലല്ലോ, ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? ഇനി ഡൗട്ട് യൂട്യൂബ് കാണുന്ന വീഡിയോ കാണുന്നവരോടും ചോദിക്കുകയാണ്. നിങ്ങൾ നോർമൽ ക്ലാസ് കാണുന്ന പോലെ കാണുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിന് മറുപടി പറയും. ഓക്കെ, ഉണ്ടാകാൻ പറ്റും. യെസ്, പറഞ്ഞോളൂ മാഡം. ഡിവൈൻ ഫൈൻഡ് കൗണ്ട് അത് റൗണ്ടിൽ എഴുതുന്നു സാറ്. സാറ് ഞാനാണ് രാജലക്ഷ്മിയാണ്. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോ മാം. ആ റൗണ്ടിലില്ലേ ഡിവൈൻ കൗണ്ട് ഫൈൻഡ് എന്നുള്ളതല്ല, അത് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. ഓഹോ, തീർച്ചയായിട്ടും. അത് ഞാൻ കുറച്ചു പേർക്ക് പറഞ്ഞു കൊടുത്തു. അവർക്കും നല്ലതാണ്, എനിക്കും നല്ലതാണ്, വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും മാമിന് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് വെച്ചാൽ അത് കുറേ പേരുടെ ജീവിതത്തെ മാറ്റം ഉണ്ടാക്കും. അതെ, സന്തോഷമുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ നമ്മൾ പകർന്ന് പോകുമ്പോഴാണല്ലോ നമുക്ക് ഒരു എനിക്കും എവിടുന്നും ആരെയൊക്കെ പകർന്നു തരുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ നമുക്ക് അതെങ്ങനെ പകർത്തി ആൾക്കാരിൽ എത്തുക, അവരെല്ലാവരും ജീവിതത്തിൽ വലിയ മാറ്റം. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ സാറ് ഇപ്പോഴും പറഞ്ഞില്ലേ ഡിവൈൻ ഫൈൻഡ് കൗണ്ട് റൗണ്ടിനകത്തുള്ളത്. അത് ഞാന് സ്ഥിരം സാറ് പറഞ്ഞ അന്നോട്ട് എനിക്ക് കുറച്ച് കാശിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു. സ്ഥിരം ഞാനത് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നു. അപ്പോഴെനിക്ക് കുറച്ച് എന്റെ കയ്യിൽ കുറച്ച് ധനം വന്നായിരുന്നു. അത് എനിക്ക് വിചാരിച്ച കണക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റി. കൂടാതെ ഓണ ബമ്പറിൽ എനിക്ക് ഒരു 2000 രൂപ ലോട്ടറി അടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഇത് ചെയ്തു. അപ്പോഴും ഒരു 2 ദിവസത്തിന് മുമ്പേ വീണ്ടും ഒരു 5000 രൂപയും കൂടെ ലോട്ടറി ഇട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇപ്പൊ മനസ്സിനൊരു സമാധാനം. അത് ലോട്ടറി അടിക്കുന്നത് കൊണ്ടല്ല സാർ, അല്ലാതെ എന്തോ എന്റെ മനസ്സിന് എന്റെ മനസ്സിനെ ഞാനങ്ങ് തുറന്നു വിട്ടിരിക്കുകയാണ്. ഇപ്പൊ മനസ്സിനകത്ത് ഒന്നും ഞാൻ വെച്ചടക്കാറില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ പറ്റുന്നുണ്ട്. സന്തോഷം. അത് ആ ഒരു വാക്ക് വളരെ കൃത്യമായി എല്ലാവരും മനസ്സിലാക്കാം. മനസ്സിനങ്ങ് തുറന്നു വിട്ട് ഇതിൽ പിടിച്ചു വെച്ച് കൂടുതൽ നിൽക്കാനുള്ള പരിപാടിയില്ല. അപ്പൊ കൂടുതൽ അത് നേരത്തെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് അതാണ്. നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ എനർജിയെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ എല്ലാം യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്ത് തരും. അത് കൃത്യമായി നിങ്ങളിൽ എത്തുകയും ചെയ്യും. ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹമില്ലാതെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് സംഭവിക്കുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വളരെ നന്ദി. താങ്ക് യു രജനി. ഓക്കെ, ഇനി ആരും കൊണ്ടോ അതുപോലെ ആർക്കാണ് ഇപ്പൊ വേറൊരാൾ ഇവിടെ പറഞ്ഞ ലോട്ടറി അടിച്ചു എന്നുള്ളത്? അൺമ്യൂട്ട് ചെയ്ത് പറയാൻ സംസാരിക്കണ്ട, അടിക്കട്ടെ. ആ ചെറിയ എമൗണ്ട് ഒക്കെ ചാരിറ്റിയിൽ എത്ര വേണമെങ്കിൽ അയച്ചോട്ടോ. അങ്ങനെയൊന്നും കണ്ടീഷൻസ് ഒന്നുമില്ല. നിങ്ങൾ എത്ര വേണമെങ്കിൽ അയച്ചോ. എത്ര ദൈവത്തെ കോഴ്സോ എന്താ ഉദ്ദേശിച്ചത്? എത്ര ദിവസത്തെ കോഴ്സ് എന്നോ? നമ്മുടെ കോഴ്സുകളോ? നമ്മുടെ കോഴ്സുകൾ 20-30 ദിവസത്തെ കോഴ്സുകളോ? ഹേമ എന്താ ചോദിച്ചത്? എത്ര ദിവസത്തെ കോഴ്സ് എന്നാണ്? എത്ര ദൈവത്തിന്റെ കോഴ്സുകളോ?
സാർ എത്ര ദിവസത്തെ കോഴ്സ് എന്ന് ചോദിച്ചു സാറേ, ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയതാ. കുഴപ്പമില്ല, ഞാൻ ദൈവത്തെ ആണെങ്കിലും കുഴപ്പമില്ല, അന്ന് എളുപ്പത്തിൽ പറഞ്ഞാൽ ദൈവത്തിനാണെങ്കിൽ ഒറ്റ ദൈവത്തിന്റെ കോഴ്സേ ഉള്ളൂ. എല്ലാ കോഴ്സുകളും നമ്മളെ 30 ദിവസം 21 ദിവസം പ്രാക്ടീസ്, 30 ദിവസം കൂടി ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് എന്നുള്ളത് എത്ര ദിവസത്തെയാ സാറേ? 21 ദിവസം ക്ലാസ് അല്ല, 21 ദിവസം 7 ദിവസം എക്സ്ട്രാ പ്രാക്ടീസും കൂടി തന്ന് 30 ദിവസം കൊണ്ട് എൻഡ് ചെയ്യും. പിന്നെ അവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം, അത് വിഷയമല്ല. പക്ഷെ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് അത്രയും ദിവസം കൊണ്ട് ഫോളോ. പിന്നെ നമ്മൾക്ക് ആരും സ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരവരിതാണ്. നമ്മൾ പറയും ഇത് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാവും. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ. പറഞ്ഞു ഹരികുമാർ, പറഞ്ഞു. നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന കൂടെ ആ പോയിന്റ് പറയുന്ന എഴുതി കൂടി കാണിക്കുവാണെങ്കിൽ ഇച്ചിരി ഒരു ഇതായിരിക്കും. എങ്ങനെ ഒന്ന് സജഷൻ പറഞ്ഞേ. നമ്മളിപ്പോ സാറേ ഇപ്പം ഈ ഇതല്ല പറഞ്ഞേ, ഇപ്പൊ നമുക്ക് ആ ഹെഡിങ് പറഞ്ഞില്ലേ 3-4-5 എണ്ണം, 5 പോയിന്റ് പറഞ്ഞില്ലേ, അതെങ്ങനെയാ ഞാൻ എഴുതി തരാം? ഞാൻ എഴുതും. അതല്ല ഞാൻ പറഞ്ഞത്, മുകളിൽ ടൈപ്പ് ചെയ്യുന്ന വരുവാൻ കൂടി ചെയ്യുവാണെങ്കിലേ അത് പി പി ടി ആക്കേണ്ടി വരും. പി പി ടി ആക്കുമ്പോൾ ക്ലാസ് എനിക്ക് ഇങ്ങനെ ലൈവ് എടുക്കാൻ പറ്റില്ല. ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ പി പി ടി. ഇതൊക്കെ ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് എന്റെ 10 മിനിറ്റ് നേരത്തെ ചിന്തയാണ് നിങ്ങളുടെ അടുത്ത് ഇവിടെ പറഞ്ഞത്. ഇതും കൂടി ഞാൻ പി പി ടി ആക്കാൻ തന്നെ നമുക്ക് മാസത്തിൽ 1 ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എന്താണെന്ന് രണ്ടാമത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചിലപ്പോൾ പറയാം സാറേ ഒന്നുകൂടി പറയുമോ വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അത് ആ സമയത്ത് പറഞ്ഞു പോകുന്നതാ. ഞാനിത് എഴുതി വെച്ചിട്ട് പറയണൊന്നും അല്ലല്ലോ, അത് ഏതോ മെമ്മറിയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്ന. പക്ഷെ നിങ്ങൾക്ക് നാളെ യൂട്യൂബിൽ കിട്ടുമല്ലോ ഈ സാധനം, അപ്പം എഴുതിയെടുക്കാമല്ലോ. അല്ല അങ്ങനെയാണ്. പെയ്ഡ് ക്ലാസ്സിൽ നമ്മൾ എഴുതി വെക്കുന്നുണ്ട്, മറ്റേ ആപ്പിലൊക്കെ നമ്മൾ എഴുതിയിടുന്നുണ്ട്. കഴിയുന്നൊക്കെ വീഡിയോ ഇതാക്കുന്ന സമയത്ത് നമ്മൾ എഴുതുന്നു. പിന്നെ അതിന്റെ ആവശ്യം നമുക്ക് എത്ര സമയം വേണം കേൾക്കാമല്ലോ. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് എൻഡ് ചെയ്ത് പോകുന്നില്ലല്ലോ, യൂട്യൂബിലുണ്ടല്ലോ, അത് എത്ര സമയത്ത് വേണം കേൾക്കാം. ഇത് അങ്ങനെ ചെറിയ വലിയ ഇതുള്ള കാര്യമാണെങ്കിൽ ഞാൻ ടൈപ്പ് ബോക്സിൽ ഇടുന്നുണ്ട്. പിന്നെ ഇനി അല്ല, ഹരികുമാർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇനി ഉള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്ക്രിപ്റ്റഡിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ ഒരു പി പി ടിയും കൂടി കിട്ടും. ചില ക്ലാസ്സിന്, എല്ലാത്തിൻ്റെ അല്ല, ചില പ്രാക്ടീസുകളൊക്കെ ചെയ്യേണ്ട ക്ലാസ്സുകളൊക്കെ വരും. പെയ്ഡിലല്ലാത്ത ഫ്രീ സെഷനിൽ തന്നെ പ്രാക്ടീസ് ക്ലാസ്സുകൾ വരും. അപ്പോൾ അതിന്റെ യൂട്യൂബിലേക്കൊക്കെ വരുമ്പോഴും അതിന്റെ ഒരു ചില പി പി ടി ഉണ്ടാവും. ആ പി പി ടികൾ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ നമ്മളൊരു സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ അതെല്ലാം ചില സോഫ്റ്റ്വെയർ ആപ്പുകളാണ്, നമുക്കായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം സമയം അവൈലബിൾ. ഇപ്പൊ 100 പേര് 1 ലക്ഷം പേര് യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 1 ലക്ഷം പേർക്കും ഈ പി പി ടി അയച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ മാനുവലായിട്ട്. അപ്പൊ അതിനൊരു ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ആപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കമന്റ്, എനിക്ക് ലിങ്ക് ഇത് പി പി ടി വേണമെന്ന് ഒരാൾ കമന്റ് ചെയ്താൽ അവർക്ക് പി പി ടി ഡയറക്റ്റ് അവരെ ഇമെയിൽ ID ടൈപ്പ് ചെയ്താൽ അതിലേക്ക് പോകുന്ന രീതിയിലേക്കുള്ള സിസ്റ്റം, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ അയച്ചു കൊടുത്താൽ ആ PDF അവരിലേക്ക് വാട്സപ്പോ പി പി ടി ആയിട്ട് അയച്ചു കൊടുക്കാനുള്ള അങ്ങനെ സിസ്റ്റം ചെയ്യണമെന്ന് മനസ്സുണ്ട്. കാരണം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ദിവസം പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഇനി പഠിപ്പിക്കാൻ പോവാണ്. ഞാൻ ഇനി കൂടുതൽ സൈക്കോളജിക്കൽ ആയിട്ടാണ് ഇവിടെ ക്ലാസ്സുകളൊക്കെ നടത്താൻ പോകുന്നത്. അപ്പോൾ സൈക്കോളജി കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാം. താങ്ക് യു. എന്തായാലും ഹരികുമാർ ചോദിച്ച കറക്റ്റ് നല്ല സമയത്ത്. ഇനി വൺ എൽസ് ഹാവ് ക്വസ്റ്റ്യൻ? ഇല്ലല്ലോ. താങ്ക് യു. അപ്പോൾ പിരിയാം. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ.